നമസ്കാരം. ബോക്സ് ഓഫീസ് വിജയമായ ദുരന്തർ സിനിമയിൽ ദാവൂദ് ഇബ്രാഹിമിന് നൽകിയ കുത്തിന് ടി കമ്പനി പകപോക്കാൻ ഒരുങ്ങുന്നതായി സൂചന. രൺവീർ സിംഗ് നായകനായ ചിത്രത്തിലെ ബഡേ സാഹിബ് മരണക്കിടക്കയിൽ കിടക്കുന്ന രംഗം ദാവൂദുമായി സാമ്യം പുലർത്തുന്നു എന്നതാണ് ഈ പ്രകോപനത്തിന് കാരണം. ദാവൂദ് ജീവിച്ചിരിക്കുന്നു എന്നതിന് തെളിവ് നൽകേണ്ട ആവശ്യം ഡി കമ്പനിക്ക് വന്നതോടെയാണ് പ്രതികാരത്തിനും ഇവർ ശ്രമിക്കുന്നത്. ചിത്രത്തിന്റെ രണ്ടു ഭാഗങ്ങളിലുള്ള തകർപ്പൻ വിജയത്തിനും ഡി കമ്പനിയെ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. മുംബൈയിൽ ഗ്രൗണ്ട് നെറ്റ്വർക്ക് ഇവർ സജീവമാക്കിയതായാണ് ഇന്റലിജൻസ് ഏജൻസികൾ നൽകുന്ന സൂചന. ഇതിന്റെ ഭാഗമായി ഭീകര ഗൂഢാലോചനക്കായി അംഗങ്ങളെ കണ്ടെത്താനും ഇവർ ശ്രമം തുടങ്ങിയിട്ടുണ്ട്. ഷക്കീൽ ഗ്യാങ്ങിനാണ് റിക്രൂട്ട്മെന്റ് ചുമതല. ഇവരെ പരിശീലിപ്പിക്കാനും ആയുധങ്ങൾ നൽകാനുമുള്ള ചുമതല ഏറ്റെടുത്തത് പാക് ചാരസംഘടനയായ ISI ആണ്. ഭീകര പദ്ധതി നടപ്പാക്കാൻ ഷാർപ്പ് ഷൂട്ടറായ മുന്ന സിംഗാഡയെ ചുമതലപ്പെടുത്തിയതായും വിവരമുണ്ട്. റിക്രൂട്ട് ചെയ്യപ്പെട്ടവരോട് ഇതിനു പിന്നിലെ യഥാർത്ഥ കാരണം വെളിപ്പെടുത്തിയിട്ടില്ല. മുംബൈയിലെ തെരുവുകളിൽ നിന്നുള്ളവർക്ക് ബാന്ദ്ര ദരീബ് നഗറിലെ അനധികൃത മസ്ജിദിന് നേരെയുള്ള ബുൾഡോസർ നടപടിയുടെ ദൃശ്യങ്ങൾ കാണിപ്പിച്ച് പ്രകോപിപ്പിച്ചിട്ടുമുണ്ട്. എന്തായാലും ഇന്ത്യൻ അന്വേഷണ ഏജൻസികൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ആദിത്യ ധാർ സംവിധാനം ചെയ്ത് രൺവീർ സിംഗ് പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച ബോളിവുഡ് ആക്ഷൻ സ്പൈ ത്രില്ലർ മൂവിയാണ് ദുരന്തർ. ഇതിന്റെ രണ്ടാം പതിപ്പും വൻ ഹിറ്റായിരുന്നു. കറാച്ചിയിലെ അധോലോകത്തെയും ISI ബന്ധങ്ങളെയും തകർത്തെറിയുന്ന ഒരു ഇന്ത്യൻ ചാരന്റെ കഥയാണ് ചിത്രം പറയുന്നത്. പാകിസ്ഥാൻ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഭീകര ഗ്രൂപ്പുകൾ ഇന്ത്യയിൽ എങ്ങനെയാണ് ഭീകരവാദം ആസൂത്രണം ചെയ്യുന്നത് എന്നതിന്റെ വിശദാംശങ്ങൾ വെളിപ്പെടുത്തുന്ന ഈ സിനിമ വൻ ഹിറ്റായിരുന്നു. പഞ്ചാബ് സ്വദേശിയായ ജസ്കിരിത് എങ്ങനെയാണ് പാകിസ്ഥാൻ ചാരനാവുന്നത്, അയാളെ എങ്ങനെയാണ് ഇന്ത്യയുടെ ഇന്റലിജൻസ് മേധാവി അജയ് സന്യാൽ കണ്ടെത്തുന്നത് എന്നിങ്ങനെ ആദ്യ ഭാഗത്തിൽ അവശേഷിപ്പിച്ച ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് രണ്ടാം ഭാഗം നൽകുന്നത്. നോട്ട് നിരോധനവും UP രാഷ്ട്രീയവും പറയുന്ന രംഗങ്ങളിൽ കേരളത്തെക്കുറിച്ചും സിനിമയിൽ പ്രതിപാദിക്കുന്നുണ്ട്. UP കഴിഞ്ഞാൽ ഈ സിനിമയിൽ പറയുന്ന ഇന്ത്യയിലെ ഒരേ ഒരു സംസ്ഥാനവും കേരളമാണ്. 2023 പുറത്തിറങ്ങിയ ബഹുഭാഷാ ചിത്രമായ ദി കേരള സ്റ്റോറിയും പറയുന്നത് കേരളത്തിലെ തീവ്രവാദ ബന്ധം തന്നെയായിരുന്നു. ഈ സിനിമയുടെയും രണ്ടാം ഭാഗം പുറത്തിറങ്ങിയിരുന്നു.